സീരിയസ് ആയിട്ട് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ പോവാണ്. ഐ നോ അനൂപ് മേനോന്റെ ക്രിറ്റിസിസം കേൾക്കാൻ നിൽക്കാറില്ല, ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം അനൂപ് മേനോൻ ക്രിറ്റിസിസം കേൾക്കാൻ നിൽക്കേണ്ടി വരാണ്. ശരി, അനൂപ് മേനോൻ തന്നെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്, ഞാൻ റീകോട്ട് ചെയ്യാണ്. ഒരു സംഘം മാധ്യമ പ്രവർത്തകരും ഒരു സംഘം സഹപ്രവർത്തകരും കല്ലെറിഞ്ഞ് തോൽപ്പിക്കാൻ ശ്രമിച്ച സിനിമയാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. ഡിഡ് യു സേ ദാറ്റ്? Yeah, I did. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? That was there ഒരു സൈഡിൽ നിന്ന്. അപ്പം ഞാനത് കേൾക്കാൻ നിൽക്കാറില്ല. പക്ഷെ വി കെ പി സച്ച് പെട്ടെന്ന് സെന്റിമെന്റൽ ആവുന്ന ഒരാളാണ്. അപ്പോൾ വി കെ പി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചു, എടാ അവരിങ്ങനെ പറഞ്ഞടാ, പടം നന്നായിട്ട് ഓടുന്നുണ്ടടാ, ഇത്ര ആൾക്കാരൊക്കെ നന്നായിട്ട് പറയല്ലേ, അവരെന്താ അങ്ങനെ പറഞ്ഞ്. ദെൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് നോട്ടീസ് ദാറ്റ് ഇത്രയും ആൾക്കാർ വിതൗട്ട് എനി റിയൽ പ്രൊവക്കേഷൻ, പല മാധ്യമ പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഈ സിനിമ കാണാതെയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്. പടം കണ്ടോ? ഞാൻ പടം കണ്ടില്ല, കേട്ടു. ഞാൻ പറഞ്ഞു ചേട്ടാ പടം കാണും. സോ ആ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് to wash അല്ലെങ്കിൽ taint this movie ഉണ്ടായിരുന്നു. സഹപ്രവർത്തകർ, what do you mean by that? അങ്ങനെ ഉണ്ടോ? കൂടെ നിൽക്കുന്നവരും ഒരു സിനിമയെ മോശമാക്കാൻ ശ്രമിക്കോ? ഒരു അണ്ടർഗ്രൗണ്ട് വർക്ക് എന്നൊക്കെ പറയാവുന്ന ഒരുപാടുണ്ടായിരുന്നു. അനൂപ് മേനോൻ അങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ബിക്കോസ് എനിക്ക് അത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ലേ. ക്രിറ്റിസിസം എല്ലാവർക്കും വരാലോ, ആർക്കായാലും. വിതൗട്ട് എ ബേസ് റീസൺ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. ബേസ് റീസൺ ഉണ്ടായിരിക്കാം കേട്ടോ അവർക്ക്, അത് നമുക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അവര് അങ്ങനെ ശ്രമിച്ചിട്ട് പോലും ജനങ്ങള് ആ സിനിമ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാണ് എനിക്ക് അവാർഡ് തന്നത്. സോ യു എക്സ്പെക്ടഡ് അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവും തോന്നുന്നുണ്ടോ? സെയിം ഫ്രട്ടേണിറ്റി പീപ്പിളിന്റെ പിന്നെ ഒരു ചെറിയ ഉണ്ടാവില്ലേ? ആർക്കിടെക്ട്സിന് ഇടയ്ക്കില്ലേ, ഡോക്ടേഴ്സിന് ഇടയ്ക്കില്ലേ? ഉറപ്പായിട്ട് എല്ലായിടത്തും ഉണ്ടാവും. ഇത് ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാം, ടൺ കണക്കിന്. ഹായ്, ദിസ് ഈസ് അനൂപ് മേനോൻ ഓൺ സ്റ്റാർ ജാം. You are under arrest. I am under arrest. Yeah, ready. Here we go, sir. You are under arrest. You worked with ബാലചന്ദ്ര മേനോൻ, ബഡി എന്നുള്ള മൂവിയിൽ. അദ്ദേഹം ഒരു ഇന്റർവ്യൂല് അങ്ങയുടെ ശ്രേണിയിലുള്ള ചിത്രങ്ങൾ എന്ന് തോന്നുന്ന രീതിയിൽ പരാമർശിക്കുകയുണ്ടായി. ആ ഒരു പരാമർശം ഒരുപക്ഷെ അനൂപ് മേനോൻ കേട്ടിട്ടുണ്ടാവും, റൈറ്റ് സർ? മേനോൻ അപ്പോൾ പറഞ്ഞ സമയത്ത് ഞാനത് കേട്ടിരുന്നില്ല. ഇത് കഴിഞ്ഞ് ബഡി ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞു, എടാ മേനോൻ ചേട്ടൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തോ എന്നെക്കുറിച്ചല്ല, എൻ്റെ സിനിമയുടെ ഇതിനെക്കുറിച്ച്. ഞാൻ ചോദിച്ചു അവിടെ ചെന്നപ്പോൾ, ബഡിയുടെ ലൊക്കേഷൻ ചെന്നപ്പോൾ, മേനോൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. മേനോൻ ചേട്ടൻ പടം കണ്ടോ? അപ്പം ഞാൻ കണ്ടില്ല. മേനോൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല, പക്ഷേ നിന്നെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നിന്റെ പടത്തെക്കുറിച്ചല്ല, വേറൊരു പടത്തിന്റെ കാര്യമാണ് മേനോൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ സിനിമയെക്കുറിച്ചാണ് ചേട്ടൻ പറഞ്ഞത്. ഇനി അങ്ങനെയാണ് മേനോൻ ചേട്ടൻ ഇപ്പോഴും കണ്ടിട്ടില്ല, ട്രിവാൻഡ്രം ലോഡ്ജ് മാനേജറും കണ്ടിട്ടില്ല. സോ ബാലചന്ദ്ര മേനോൻ ഒരിക്കലും അനൂപ് മേനോനെ അല്ല ഉദ്ദേശിച്ചത് എന്നാണ് മാനേജർ എന്നോട് പറഞ്ഞു. ഇനി ചേട്ടൻ അങ്ങനെ ഉദ്ദേശിച്ചാലും ഹീസ് എ വെരി ഗുഡ് ബിഗ് ബ്രദർ ടു മീ. അങ്ങനെ ഉദ്ദേശിച്ചാലും ദാറ്റ്സ് ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അനൂപ് മേനോന്റെ ചുവട് പിടിച്ച് പലരും ഇപ്പൊ ലാംഗ്വേജിൽ ഫ്ലെക്സിബിൾ ആയി തുടങ്ങി. ആൻഡ് അത് പലപ്പോഴും വളരെ മോശമായിട്ട് ഓൺ സ്ക്രീനിൽ കേൾക്കുന്ന പോലെ തോന്നുന്നു. ഇസ് ദാറ്റ് ട്രൂ? ഐ ഡോണ്ട് നോ. ഞാൻ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ മലയാള സിനിമ വളരെ കുറച്ച് കാണാറുള്ളൂ. അപ്പൊ എനിക്ക് മറ്റുള്ള ചിത്രങ്ങൾ എങ്ങനെയാണ് എന്റെ ചുവട് പിടിച്ച് വന്നതെന്ന് എനിക്കറിയില്ല. ലാംഗ്വേജിന് ഒരു ബാരിയർ വേണോ? ഫസ്റ്റ് ഓഫ് ഓൾ ലാംഗ്വേജിന് ബാരിയർ വേണ്ട. കാരണം വെച്ചാൽ നമ്മുടെ സാഹിത്യത്തിൽ ഇതില്ലേ, എന്റെ ക്വസ്റ്റൻ അതാണ്. അവിടെ ഇഷ്യൂ അല്ല. അപ്പൊ അവര് പറയില്ലേ അത് ബുക്കല്ലേ, എടുത്ത് വായിക്കുന്നില്ലേ, ഇത് കാണിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ആരെങ്കിലും? അത് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. യു ഓൾസോ ഹാവ് ആൻ ഓപ്ഷൻ നോട്ട് ടു സീ ദ ഫിലിം. ഏതൊരു സ്കൂൾ ലൈബ്രറിയിലാണ് സൺസ് ആൻഡ് ലവേഴ്സോ ഇപ്പോഴത്തെ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഒന്നും ഇല്ലാത്ത? എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ഇതിങ്ങനെ ഭീകരമായി മൂടി വെച്ച് പിടിച്ച്, ഇപ്പം കാലിഫോർണിയയില് പറയുന്ന സെമൻ എന്നൊരു വാക്ക് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കുട്ടികൾക്ക്, ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് സെമൻ എന്നുള്ള വാക്ക് അറിയില്ലേ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണത്. സ്പേമും എഗ്ഗും സാധനങ്ങളും ഒക്കെ. ഇത് എവിടെ മൂടി വെച്ച് കൊണ്ടുപോകണത്? ഇപ്പോഴത്തെ കുട്ടികളുടെ ഫാർ സോഫിസ്റ്റിക്കേറ്റഡ്. ആരെ ശരിയാക്കേണ്ടത്? സത്യത്തിൽ ഇത് ആരെയും ശരിയാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ശരിയാക്കാനും നമ്മൾ ആളുമല്ല. ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ ചെയ്തു പോകുന്നു. ക്ലബ് എഫ്എംഎൽ എന്റെ കൂടെ ഉണ്ട് അനൂപ് മേനോൻ. ടൺ കണക്കിന് ഫൺ. ഇന്ന് എന്റെ കൂടെ സ്റ്റാർ ജാമില് ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂ, ഐ വുഡ് സേ. താങ്ക്സ് എ ലോട്ട് അനൂപ് മേനോൻ. താങ്ക് യു. ഹൗ ഡു യു ഫീൽ സർ? ഐ ഫീൽ സോ ഗുഡ്. ഇറ്റ് വാസ് വെരി നൈസ് ടോക്കിംഗ് ടു യു. ഒരുപാട് കാലം ഞാനൊരു ഇന്റർവ്യൂ ഇങ്ങനെ ഇത്രയും നേരം സംസാരിച്ചിട്ടും, റേഡിയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ FM എന്ന് പറയുന്ന ഈ ഒരു മാധ്യമത്തിന് ഏറ്റവും വലിയ one-to-one കമ്മ്യൂണിക്കേഷൻ ഹാപ്പനിങ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ദ ലിസണർ. അവരവരുടെ കാറുകൾക്കുള്ളിലിരുന്ന് അവരിത് കേൾക്കുമ്പോൾ അവരോട് ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുകയും അവർ തിരിച്ച് എന്നോട് ചോദ്യങ്ങൾ അറിയുകയും അങ്ങനെ തോന്നുന്നുണ്ട്. That's a beauty of an FM station. അനൂപ് മേനോൻ, യുവർ ഇൻഫ്ലുവൻസ്, യുവർ ഇൻഫെക്ഷ്യസ്, ഇതിലേതാ പറയാ? Not sure.
again, I'm not a good critic of myself. Influensive in the sense, Anupmന്റെ സിനിമയെ സ്നേഹിക്കണ ഒരു കൂട്ടം ഫിലിം ലവേഴ്സും റൈറ്റേഴ്സും ഉണ്ട്. ഇൻഫെക്ഷ്യസ് ഇൻ ദ സെൻസ്, അനൂപ്ന്റെ ശൈലിയിലെ സിനിമകൾ എഴുതാൻ ശ്രമിക്കുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് കലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സിനിമകൾ വീണ്ടും ജനിക്കുന്നു. ഹൗ ഡു യു റേറ്റ് ദാറ്റ്? I don't know whether that is true. അവർ എല്ലാവരും വളരെ ഗിഫ്റ്റഡ് റൈറ്റേഴ്സ് തന്നെയാണ് എനിക്ക് ചുറ്റുമുള്ളത്. ബട്ട് ഇഫ് സച്ച് എ തിങ് ഇസ് ഹാപ്പനിങ്, ഐ എം സോ ഹാപ്പി. വാട്ട് ഷുഡ് ഐ സേ? ഞാൻ വളരെ റിലേറ്റഡ് ആണ് കാര്യത്തിൽ. വെൽ സർ, താങ്ക് യു സോ മച്ച്. എന്താ പറയാ, അനൂപ് മേനോൻ, you're a man of your words, you're a man beyond your words. It's all flattery. Thank you so much. ഒരാളെ മാത്രം സ്നേഹിക്കാൻ, ഇന്റൻസ് ആയിട്ട് പ്രണയിക്കാൻ, to be a one woman man, മനസ്സിലും ശരീരത്തിലും ഒരാൾ മാത്രം, അതങ്ങനെ ചെയ്യാൻ it demands a mind of quality. അനൂപ് മേനോൻ ഇന്റർവ്യൂവിന് വരുന്നു എന്ന് പറഞ്ഞ പലരും എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് ചോദിച്ചു, ഇത് ചോദിക്കണം എന്ന്, എസ്പെഷ്യലി ഗേൾസ്. ആർ യു എ വൺ വുമൻ മാൻ? ഫൈനൽ ക്വസ്റ്റ്യൻ. I'm a one woman man. Where is she? She should be somewhere in some corner of the world. എല്ലാരും കേട്ടല്ലോ, he is a one woman man. Thank you so much, sir, for being a part of the show. Thank you so much, and thank you so much for this opportunity, because ഇതെനിക്ക് എന്റെ ഏറ്റവും പുതിയ ഹോട്ടൽ കാലിഫോർണിയ സിനിമയുടെ സക്സസിനോട് അനുബന്ധിച്ച് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ്. I am so glad that I could share this happiness with you, because you gave me that happiness. Ton കണക്കിന് fun. Ton കണക്കിന് fun. That was Shan style? Yeah.